അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ ഇടത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അറിയുന്നത് മൈൻക്രാഫ്റ്റ് എന്നാണ്. പക്ഷേ ഇന്ന് നമ്മളെന്താണ് നമ്മുടെ ഹാർഡ് കോർ സീരീസ് ആണ് വന്നത്. നമ്മുടെ ഹാർഡ് കോറിൽ നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ് വീടുണ്ടാക്കിയെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് നമുക്ക് ഫാം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ ഫാം ഉണ്ടാക്കാൻ പോകാം. വീട് ഇങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത്. ഞാൻ കുറച്ച് സ്ലാബൊക്കെ ഇട്ടുണ്ടെങ്കിലും അല്ല മുകളിൽ സ്ലാബില്ലേ മറ്റേ സാധനം ഇട്ട് എന്തായിരുന്നു സ്റ്റെയർസ് ഇട്ടിരുന്നു. അപ്പം എന്നാലും ഫുള്ള് ഇട്ടിട്ടില്ലേ, എത്ര ഇട്ടിട്ടുള്ളൂ. നല്ല രസമുണ്ട് കാണാൻ വീടൊക്കെ. ഇതിലേ കൂടി പോയാൽ നമുക്ക് അടുത്ത എൻട്രൻസും കാണാം. ഇതിലേ കൂടി സത്യം പറഞ്ഞാൽ മുകളിലോട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പോയിരുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. ഇനി എപ്പോഴും ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എടുത്ത് ചെയ്യാം. അപ്പോൾ എന്തായാലും രണ്ട് വഴി, ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനും വെക്കാം, ഒന്ന് കയറാനും വെക്കാം. ഇതിലേ കൂടി ഇറങ്ങാം. ആപ്പിൾ ഉണ്ട് എൻ്റെ ഉണ്ട് താടാ എൻ്റെ സാധനം. എൻ്റെ ആപ്പിൾ തിരിച്ചാടാ. എൻ്റെ ആപ്പിൾ എടുത്ത് കൊണ്ടുപോയി. ഇനി എന്തായാലും ആപ്പിൾ കിട്ടാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി മൈനിങ്ങിന് പോയാലോ എന്നൊരു തോന്നുന്നുണ്ട്. എന്നാൽ നമുക്ക് നേരെ മൈനിങ്ങിന് വിടാം. മൈനിങ്ങിനായിട്ട് വേറെ ആയിട്ടൊരു ഏരിയ ഉണ്ടാക്കണം. ഇപ്പം നമുക്ക് മൈനിങ് ഉണ്ട്. നേരെ നമുക്ക് പോയിട്ട് എന്താണ് കുറച്ചുകൂടി ഒരു ഫാം ഉണ്ടാക്കിയാലും ഇരിക്കുക. ഫാമിന് നമുക്ക് അങ്ങോട്ട് നല്ല ഓപ്പൺ പ്ലേസ് ഉണ്ട്. നമുക്ക് ഇതിലേ കൂടി വഴിയും ഉണ്ടാക്കാൻ പറ്റും. ഇതിലേ കൂടി നേരെ നമ്മുടെ ഫാമിൻ്റെ അങ്ങോട്ടൊരു വഴി ഉണ്ടാക്കാം. നേരെ അങ്ങോട്ട് പൊട്ടിയപ്പോഴത്തേക്കും സാറില്ല. എൻ്റെ ഒരു ബാക്കപ്പിനായിട്ട് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. എന്താ വർക്കാത്ത കീബോർഡ് മൗസും ഇതിൻ്റെ ആദ്യം പറഞ്ഞാണ് കേട്ടോ. ഏതോ ഒരു ഏരിയ ആണ് കടിച്ചെന്ന് തോന്നുന്നു. ഇപ്പോൾ കീബോർഡും വർക്കാവുന്നുണ്ട്. ഡേയ്സ് വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഡേർട്ടൊക്കെ ഇടണം. ഇവിടെ എന്താ എനിക്ക് ഇടാൻ പറ്റത്തതാ 8 ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സീഡ് ഉണ്ട്. നമുക്ക് നേരെ എന്താണ് ഇങ്ങോട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഹോ ഉണ്ടാക്കാൻ ഇനി ഫുഡുണ്ടോ? ആവശ്യമുണ്ട്. നമുക്ക് ഹോ ഉണ്ടാക്കാം. ഇത് ഇവിടെ മൊത്തം എന്തായാലും കറക്റ്റ് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വളരട്ടെ. അപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സെറ്റ് ആക്കണം. ഫ്രണ്ട്സ് ഉണ്ട്. ഉണ്ട് ഇപ്പോൾ കറക്റ്റ് ഐസീനുണ്ട്. അപ്പോൾ ഫാമിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. വീട് എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇതങ്ങനെയാണ് എൻ്റെ അടയ്ക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് വേസ്റ്റൊക്കെ ഇടാം. നമുക്ക് എപ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റിക്കാം. ഞാൻ നേരം പൊരിക്കട്ടിരിക്കുന്നു. നമുക്ക് തണുത്തിട്ട് ഇങ്ങോട്ടിടാം. അപ്പോൾ കുറച്ചും കൂടി ഫുഡാവുമല്ലോ. അല്ല, ഫുഡ് കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ ആരം കെട്ടിക്കട്ടെ ഇരിക്കുന്നത് ആരടാ ചാടി ഇങ്ങോട്ട്. ഇവിടെ ഒരു സീഡിന് കുറവുണ്ട്.
ആട്ടെ സെറ്റ്. നമുക്ക് എന്താ ആവശ്യം എന്നറിയപ്പോൾ ഒരു പെറ്റിനെ മാത്രം വെക്കാനുള്ള എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പിഗ്, ഒരു സ്ഥലത്ത് ഷീപ്പ്, ഒരു സ്ഥലത്ത് കവ്, അങ്ങനെ വെക്കണം മീസ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് നിരത്തിയാലോ, ഇവിടെ വെക്കാം മീസ്. ഇതിനി നല്ല സ്ഥലമാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് നിരത്താം. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നിരത്താൻ തുടങ്ങിയാലോ. അങ്ങനെ നമുക്ക് കുറേ സ്ഥലം വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയൊക്കെ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ട, നമുക്ക് നേരെ ഫാർമിനുള്ള കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. അത് നമ്മൾ ഈ വെള്ള വുഡെന്ന് എടുക്കും. നമ്മുടെ വീട് എന്തായാലും ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് അല്ലെങ്കിൽ ഉണ്ടല്ലോ വെള്ള വുഡ് എന്താണെന്നറിയില്ല, എനിക്കൊരു അത്ര താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇതെന്ന് എടുക്കും മീസ്. നമുക്ക് ഇതെടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇതെന്താ ലാഗടിക്കുന്നത്? നിൽക്കുന്നില്ല. ഇതെന്താ ഇങ്ങനെ കുഴിഞ്ഞു പോയി? ഈ സിന്നാറില്ല, പെട്ടെന്ന് നിൽക്കാണ്ട് അങ്ങെന്താവുന്നു. ഇത് എത്ര കിട്ടും നോക്കാം. 64, കറക്റ്റ് 64. പൊന്നി നമ്മുടെ ഫാമിനുള്ള ഹൗസില്ല, അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. ഇവിടെ നിന്ന് ഞാൻ ചെറുതാണ് ഒരു കുതിരേൻ്റെ ഹൗസ് പോലെയൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ എല്ലാവരും കാണണം. അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് വെക്കണം, നമ്മുടെ വീടും കാണണം. അപ്പം നമ്മൾ എന്തായാലും ഇവിടേക്ക് വെക്കണം. 1 2 3 4. ഒന്ന് ഡാമേജ് കിട്ടിയിരുന്നു, വേറൊന്നുമില്ല. ഈ സീരിന് എത്രയും സ്ഥലം മതി? 1 2 3 4. നമ്മൾ വീണ്ടും ഇങ്ങോട്ടെത്തും. നമ്മളിവിടെ നിന്ന് ഇപ്പോഴത്തേക്ക് നിറയ്ക്കാം. എന്നിട്ട് ഇവിടേക്ക് മുറിച്ചുണ്ടാക്കാം. 1 2 3 4. 2 കളിയായി. ഈ 2 കളി മതിയെന്ന് തോന്നി. ഇവിടെ കുറച്ച് കൂടുതലൊക്കെ ഇടാലോ, ഒരെണ്ണം തന്നെ ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെയും കുറച്ച് ഒന്ന് മാറ്റാം. നമ്മളവിടെ ഫെൻസ് ഇടാൻ പോയി. മറ്റേ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫെൻസ് ഇട്ടാൽ പോലെ അല്ലേ? ഇത്രയും മൊത്തം ഇടാം. ഇവിടെ മൊത്തമായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യാം. കണ്ടു ഈസിയുണ്ട്. എടാ അവിടെ ഉണ്ടടാ ഗീസ്, അവിടെ ഉണ്ട് നമ്മുടെ ആ വുഡ്. ആവശ്യമുള്ള വുഡ് അവിടെ ഉണ്ട്. കുറച്ച് ഇതെടുക്കാൻ ആവശ്യം വരും ഗീസ്, എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരും. ഞാൻ ഇങ്ങനത്തെ ബിൽഡൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഞാൻ വിചാരിക്കുക ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എന്താ ഈ അഭിപ്രായം? നിങ്ങളെന്നാ പറ. നിങ്ങൾ കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ മതി, ഞാൻ ഇത് ഉണ്ടാക്കും. ചിലപ്പോൾ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഉണ്ടാക്കും ഗീസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഗീസ് നമ്മളിൽ കുറച്ചായിട്ടുണ്ട്. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് സ്റ്റിക്കും ഉണ്ടാക്കാം. ഗീസ് ഇത്ര മതി. ഞാൻ എന്താ ഷിഫ്റ്റ് എടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് അത്രയും വേസ്റ്റ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഗീസ്. ഇനി വീണ്ടും അവിടെ പോയി എടുക്കേണ്ടി വരും. അപ്പോൾ ഗീസ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കും. ഇനി 2 സൈഡിൽ നമ്മൾ ഇല്ല, ഫസ്റ്റ് നമ്മൾ ഇത് ഉണ്ടാക്കണം ഗീസ്. എല്ലാം ഉണ്ടാക്കിയതല്ലേ, ഞാൻ മറന്നുപോയി. നമ്മൾ ഇതിങ്ങനെ വെക്കും. ഇല്ലേ, നമ്മൾ 4 ആക്കി എടുക്കണം. എന്നിട്ട് ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം അങ്ങോട്ട്. ഗീസ് കൂടുതലായി പോയോ? ഗീസ് കൂടുതലൊന്നും ആയിട്ടുണ്ടോ ഗീസ്?
എന്തായാലും ആവശ്യത്തിനനുസരിച്ചിരിക്കും ഇപ്പോൾ. അപ്പോൾ ഇനി ഇവിടെയും നമ്മൾ വെക്കണ്ടേ, കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ വലിയ ഫാം ഹൗസൊന്നും ഉണ്ടാക്കുന്നില്ല ഈസ്, കാരണം എനിക്ക് അത്രയ്ക്കും വലിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും ചെറുത് ഉണ്ടാക്കുന്നത് ഈസ്. എല്ലാ സ്ഥലത്തും ഒരു തുളയും വെക്കാം, കുറച്ച് ഫെൻസും വെക്കാം ഈസ്. അതുപോലെ ഫെൻസ് ഉണ്ട് നമ്മൾ ഇവിടെ നിൽക്കുക ഇങ്ങനെ ഇതിലേക്കൂടി ഇടും. നമ്മളിത് മുറിക്കും ഈസ്. സോനിയെ പൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 2 ആൾക്കാർ ഞാൻ പൂട്ടിയിട്ടുണ്ട് ഈസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യടാ? നിങ്ങളായിരുന്നു എൻ്റെ അടുത്ത് നോടാൻ പോയ ഒരു പൈസ, ഒരു ഭക്ഷണം പോലും നിങ്ങൾക്ക് ഞാൻ തരില്ലടാ. എനിക്ക് കുറച്ചും കൂടി ഡെക്കറേറ്റൊക്കെ ചെയ്യണ്ടേ, അതിനായിട്ട് കുറച്ച് നമുക്ക് ഈ വുഡൊന്ന് എടുക്കാം ഈസ്. നമുക്കിതെടുത്തിട്ട് ഗൈസ് 16 മഞ്ഞുണ്ടോ ഗൈസ്? നമുക്കിവിടെ കുറച്ചൊന്നും ഇടണം ഗൈസ്. പുറകിൽ ഇവിടെയൊക്കെയാണ് ഇടണ്ടേ. ഇവിടെ എന്തോ കാലിയായിട്ട് തോന്നുന്നു ഗൈസ്. നമ്മളിവിടെ കുറച്ചൊന്നും ഇടട്ടെ. ഇവിടെ 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 ഇല്ല ഗൈസ്, തെറ്റിപ്പോയി. നമ്മളിവിടേക്ക് കൊണ്ടുവരും. നമ്മളിവിടെയുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത് എടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക ഗൈസ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക ഗൈസ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വലിയ യൂട്യൂബറാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.